Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ശ്രദ്ധിക്കൂ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്ത് UDF പുതിയ പദ്ധതിപത്രം പുറത്തിറക്കി. വിദ്യാർത്ഥിക്ഷേമം, ഡിജിറ്റൽ ഭരണ സംവിധാനം, ഗവേഷണ പ്രോത്സാഹനം, രാഷ്ട്രീയവത്കരണത്തിന് തടയിടൽ എന്നിവ ഉൾപ്പെടെ 24 പ്രധാന നിർദ്ദേശങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ പുനർജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ പരിഷ്കരണ നിർദ്ദേശങ്ങളാണ് UDF മുന്നോട്ടുവയ്ക്കുന്നത്. ആദ്യം തന്നെ സർവകലാശാലകളിൽ രാഷ്ട്രീയ പാർട്ടി ഇടപെടലുകൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാന പ്രഖ്യാപനം. ക്യാമ്പസുകളിൽ അക്രമവും പാർട്ടി പ്രവർത്തനവും നിയന്ത്രിച്ച് അക്കാദമിക് സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് പദ്ധതി പറയുന്നു. വിദ്യാർത്ഥി ക്ഷേമത്തിന് മുൻഗണന നൽകി സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് ആരംഭിക്കുമെന്നും എല്ലാ സർവകലാശാലകളിലും ആന്റി റാഗിംഗ്, ആന്റി സ്റ്റുഡന്റ് വെൽഫെയർ സെൽ ശക്തിപ്പെടുത്തുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് എല്ലാ സർവകലാശാലകളിലും സ്റ്റുഡന്റ് സർവേ, ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റി ട്രാക്കിംഗ്, സ്റ്റുഡന്റ് വെൽഫെയർ സർവേ, സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നിവ നടപ്പാക്കുക. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഡാഷ്ബോർഡ് രൂപീകരിക്കാനും നിർദ്ദേശമുണ്ട്. ഗവേഷണ രംഗത്ത് ഗവേഷണ പ്രോത്സാഹനങ്ങൾക്ക് പ്രത്യേക ഫണ്ട്, കേരള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോം, ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ചാലഞ്ച് എന്നിവ നടപ്പാക്കും. ഡിജിറ്റൽ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും AI ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കാനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സെന്റർ ഫോർ AI റിസർച്ച് CAR കേരള സ്ഥാപിക്കാനും പദ്ധതി പറയുന്നു. വിദ്യാർത്ഥി വൈവിധ്യവും അന്താരാഷ്ട്ര ബന്ധവും ശക്തിപ്പെടുത്താൻ അക്കാദമിക് ടൂറിസം പദ്ധതി, സെമസ്റ്റർ ഇൻ കേരള മോഡൽ, വിദേശ സർവകലാശാലകളുമായി സഹകരണം എന്നിവ നടപ്പാക്കും. സാമൂഹ്യനീതിക്ക് മുൻഗണന നൽകി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സഹായ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന UDF പദ്ധതിപത്രം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവയ്ക്കുന്നുണ്ട്. ദർശനത്തിന്റെ പ്രചോദനത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഒരു വിഷൻ ഉണ്ടാവണം യൂണിവേഴ്സിറ്റിക്ക്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു പർട്ടിക്കുലർ വിഷൻ ഉണ്ടാവണം. ആ വിഷന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കേണ്ടത്. യൂണിവേഴ്സിറ്റികൾക്ക് പൂർണ്ണമായ ഓട്ടോണമി, സ്വയംഭരണം, പിന്നെ അക്കാഡമിക് ലീഡർഷിപ്പാണ്. ഇപ്പോൾ ഉള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഏത് ഗവൺമെൻറ് വന്നാലും രാഷ്ട്രീയ അതിപ്രസരമാണ് സിൻഡിക്കേറ്റുകളിൽ അക്കാഡമിക് ചർച്ചകൾ നടക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു ഫൈൻഡിങ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഓട്ടോണമിയും സ്വയംഭരണവും അക്കാഡമിക് നേതൃത്വവും ഉറപ്പാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ന്യൂ ജെൻ കരിക്കുലം ഡെവലപ്പ് ചെയ്യുക. അതായത് ലോകത്തെല്ലായിടത്തും തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് നിരീക്ഷിക്കാൻ ഉള്ള ഒരു സ്ഥിരം ജോബ് വാച്ച് ടവർ കേരളത്തിലുണ്ടാവും. ഏറ്റവും ലോകപ്രശസ്തരായിട്ടുള്ള മലയാളികളെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജോബ് വാച്ച് ടവർ. അതായത് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറി. ഇപ്പോൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നത് അനുസരിച്ച് ഇവിടെ അതിനനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ, പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കണം. പിന്നെ സ്കില്ലുള്ളത് ചിലപ്പോൾ റീസ്കിൽ കൊടുക്കേണ്ടി വരും, റീഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ റീസ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, ഇതിന് രണ്ടിനും നമ്മൾ പ്രത്യേകമായ പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അത് ഒന്നല്ലോ. പിന്നെ ഉള്ളത് അത് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ പറയാം. പിന്നെ സാമൂഹ്യ നീതിയും നീതി സമത്വവും അതിനകത്ത് ഉറപ്പുവരുത്തും, ഇക്വിറ്റിയാണ്. പിന്നെ മോഡേണൈസ് ചെയ്യും എഡ്യൂക്കേഷൻ, ആധുനികവൽക്കരിക്കും. പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. പുതിയ ഇന്നവേഷൻസ് പല രംഗത്തും നമ്മൾ നടപ്പാക്കും. ഞാനിതൊരു പൊതു കാഴ്ചപ്പാടാണ് പറയുന്നത്, ഡീറ്റെയിൽസിലേക്ക് വരാം. പിന്നെ സ്റ്റുഡൻറ് വെൽഫെയർ, അതുപോലെ ക്യാമ്പസിലൊരു ഡെമോക്രസി, അത് രണ്ടും ഉണ്ടാവണം. ഏറ്റവും മെയിനായിട്ടുള്ള പോയിന്റ് വിജ്ഞാനം, ഗവേഷണം, വികസനം, ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രോത്സാഹനമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള സ്കീംസാണ് വരുന്നത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥി ക്ഷേമം,
ജനാധിപത്യം എന്നുള്ളൊരു പോയിന്റിൽ നമുക്കറിയാം പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ റാഗിങ് കൊണ്ട് മരണമടഞ്ഞ ഒരു വിദ്യാർത്ഥിയുണ്ട് സിദ്ധാർത്ഥിൻ്റെ പേരിൽ ഒരു സിദ്ധാർത്ഥ് സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ്, അതായത് ഏത് വിദ്യാർത്ഥിക്കും എവിടെ റാഗിങ് നടത്തിയാലും അധികാരികളെയും പോലീസിനെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അറിയിക്കുന്ന ആൾ ഇൻഫോർമറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, ഇൻഫോർമറിൻ്റെ രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ആ വെളിപ്പെടുത്താതെ തന്നെ ഈ ഡിസ്ട്രസ് ആപ്പ് വർക്ക് ചെയ്യും. അതുപോലെ ഒരു ആൻറ്റി റാഗിങ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് സിദ്ധാർത്ഥിൻ്റെ പേരിൽ തന്നെ നടപ്പാക്കും. ക്യാമ്പസിൽ വ്യാപകമായി റാഗിങ് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഇതിൽ സ്റ്റുഡൻറ് വെൽഫെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ഡേറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള സ്കീംസ് നമ്മൾ ചെയ്യും. പിന്നെ ഉള്ളത് വിദ്യാർത്ഥി യൂണിയൻ്റെ ഇലക്ഷൻ നടത്തിപ്പ് നീതിപൂർവമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര സ്റ്റുഡൻറ് അക്കാഡമിക് ഇലക്ഷൻ കമ്മീഷനാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ക്യാമ്പസ് യൂണിയനുകളിൽ നമുക്കൊരു മോഡൽ പാർലമെൻറ്റുകൾ പോലെയായി നമുക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും കൂടി അതിൻ്റെ അകത്ത് കൊണ്ടുവരും. സർവകലാശാലാ സമിതികളിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺമാരിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും. ഒരു സിസ്റ്റവും കൂടി വരുവാണ്. നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പറഞ്ഞു പൊളിറ്റിസൈസേഷൻ ആവാം, പാർട്ടിസൈസേഷൻ പറ്റില്ല. രാഷ്ട്രീയത്തിന് തെറ്റൊന്നുമില്ല, പക്ഷേ ഒരു പാർട്ടിവൽക്കരണം നടത്തി അമിതമായ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല തലപ്പത്ത് അക്കാഡമിക് കാര്യങ്ങളുടെ ഭരണാധികാരം ഒരു പ്രത്യേക അക്കാഡമിക് സിൻഡിക്കേറ്റിന് കൈമാറും. അക്കാഡമിക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അക്കാഡമിഷ്യൻസ് ആണ്. അധ്യാപകരായിട്ടുള്ള ആളുകളും അക്കാഡമിക് ആയിട്ടുള്ള ആളുകളും ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് അവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പൊതുഭരണവും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുമാണ്. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായ സംവിധാനമുണ്ട്. സർവകലാശാലയുടെ ആക്ടുകൾ പുനഃപരിശോധിച്ച് ആവശ്യമായ മാറ്റത്തോടു കൂടി പുതുക്കും. വേണ്ടി വന്നാൽ നമുക്ക് അത് ഏകീകരണ സ്വഭാവം ഉണ്ടാക്കും. Thank you.